ഹലോ ഓൾ PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 ജനുവരി 1 ഇറങ്ങിയ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. PSC പരീക്ഷകളിൽ ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു മുഖ്യ സ്രോതസ് എന്ന് പറയുന്നത് PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സാണ്. വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാഖിൻ്റെ തടവ് സ്വന്തമാക്കി. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം നേടി. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി. ജാപ്പനീസ് സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത്. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരം മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാഖിൻ്റെ തടവ് സ്വന്തമാക്കി. അപ്പോൾ തടവ് എന്ന സിനിമയ്ക്കാണ് മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം നേടി. അപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ അവാർഡുകളെക്കുറിച്ചാണ് പറയുന്നത്. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് നേടിയത്. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാഖിൻ്റെ തടവ് സ്വന്തമാക്കി. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം നേടിയത് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടമാണ്. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള ഫേസ് ഓഫ് ദ ഫേസ്ലെസ്സിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്സിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു. അടുത്ത പോയിന്റ് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂറത്ത് ഡയമണ്ട് ബോക്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 67.28 ലക്ഷം ചതുരശ്ര അടിയാണ് വലിപ്പം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായി സൂറത്ത് ഡയമണ്ട് ബോക്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 67.28 ലക്ഷം ചതുരശ്ര അടിയാണ് വലിപ്പം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാനായി പ്രമോദ് അഗർവാൾ നിയമിതനായി. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാനായി പ്രമോദ് അഗർവാൾ നിയമിതനായി. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പുതിയ ചെയർമാൻ പ്രമോദ് അഗർവാളാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISROയ്ക്ക് ഐസ്ലാൻഡിലെ ഹൂസാവിക് മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISROയ്ക്ക് ഐസ്ലൻഡിലെ ഹൂസാവിക് മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം ലഭിച്ചു. ISROയ്ക്ക് ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ഐസ്ലൻഡിലെ ഹൂസാവിക് മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം ലഭിച്ചു. ചെന്നൈ ആശാൻ മെമ്മോറിയലിന് 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം കവി കുരീപ്പുഴ ശ്രീകുമാറിന്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചെന്നൈ ആശാൻ മെമ്മോറിയലിൻ്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം കവി കുരീപ്പുഴ ശ്രീകുമാറിന്. കുരീപ്പുഴ ശ്രീകുമാറാണ് ചെന്നൈ ആശാൻ മെമ്മോറിയലിൽ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത്. അടുത്ത പോയിന്റ് നോക്കാം. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് ആസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്ക് അർഹനായി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് 27.75 കോടി രൂപയ്ക്ക് താരത്തെ സ്വന്തമാക്കിയത്. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് ഓസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്ക് അർഹനായി. മിച്ചൽ സ്റ്റാർക്കാണ് IPL താരലേലത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് അർഹനായത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് 24.75 കോടി രൂപയ്ക്ക് മിച്ചൽ സ്റ്റാർക്കിനെ സ്വന്തമാക്കിയത്. അടുത്ത പോയിന്റ് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. ക്യാപ്റ്റൻ ഫാത്തിമ വസീമാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിനിലെ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ. കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീമാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ. അടുത്ത പോയിന്റ്. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി ന്യൂഡൽഹിയിലാണ് നടന്നത്. 29 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി ന്യൂഡൽഹിയിലാണ് നടന്നത്. 29 രാജ്യങ്ങളാണ് പങ്കെടുത്തത്.
വിമൻസ് ടെന്നീസ് അസോസിയേഷൻ്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം പോളിഷ് താരം ഇഗ സ്വിയാടെക്കിന്. വിമൻസ് ടെന്നീസ് അസോസിയേഷൻ്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് പോളിഷ് താരം ഇഗ സ്വിയാടെക്കിനാണ്. പോളിഷ് താരം ഇഗ സ്വിയാടെക്കിനാണ് വിമൻസ് ടെന്നീസ് അസോസിയേഷൻ്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മുഖ്യാതിഥിയാകും. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണാണ് മുഖ്യാതിഥിയായി എത്തുന്നത്. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണാണ്. അടുത്തത് നോക്കാം. 2 ഇന്ത്യൻ ഹോക്കി താരങ്ങൾക്ക് അംഗീകാരം. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ മികച്ച പുരുഷ താരമായി ഹാർദിക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സവിതാ പുനിയയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ മികച്ച പുരുഷ താരമായി ഹാർദിക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സവിതാ പുനിയയും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ മികച്ച വനിതാ ഗോൾ കീപ്പറായി സവിതാ പുനിയയും മികച്ച പുരുഷ താരവുമായി ഹാർദിക് സിംഗിനെയാണ് ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ തിരഞ്ഞെടുത്തത്. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ ബി ഇക്ബാൽ രചിച്ച മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്ന കൃതിക്ക് ലഭിച്ചു. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ ബി ഇക്ബാൽ രചിച്ച മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം അതിജീവനം എന്ന കൃതിക്ക് ലഭിച്ചു. ഡോക്ടർ ബി ഇക്ബാൽ രചിച്ച മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്ന കൃതിക്കാണ് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജും രംഗി റെഡ്ഡിയും അർഹരായി. മലയാളിയായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും അർജുന അവാർഡ് നേടി. മലയാളിയായ കബഡി പരിശീലകൻ ഇ ഭാസ്കറിന് പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചു. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജും രംഗി റെഡ്ഡിയും അർഹരായി. അപ്പോൾ ധ്യാൻചന്ദ് അവാർഡ് ലഭിച്ചത് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ്, രംഗി റെഡ്ഡി എന്നിവർക്കാണ്. മലയാളിയായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും അർജുന അവാർഡ് നേടി. അർജുന അവാർഡ് ലഭിച്ചത് മലയാളിയായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറിനും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിക്കുമാണ്. ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് മലയാളിയായ കബഡി പരിശീലകൻ ഇ ഭാസ്കറിന്. ദ്രോണാചാര്യ അവാർഡ് മലയാളിയായ കബഡി പരിശീലകൻ ഇ ഭാസ്കറിനും, അർജുന അവാർഡ് ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിക്കും, മലയാളി താരമായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറിനും, ധ്യാൻചന്ദ് അവാർഡ് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ്, രംഗി റെഡ്ഡി എന്നിവർക്കാണ്. അടുത്ത പോയിന്റ് നോക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയായി സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് കൈവരിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരമായി സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഈ നേട്ടം കൈവരിച്ചത്. അടുത്ത പോയിന്റ്, ഇ വി രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിൻ്റെ ദേശകലങ്ങൾ എന്ന പഠനഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഇ വി രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിൻ്റെ ദേശകലങ്ങൾ എന്ന പഠനഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന ഇ വി രാമകൃഷ്ണൻ്റെ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണ്യ ബാല്യം. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണ്യ ബാല്യം. ശരണ്യ ബാല്യം എന്ന പദ്ധതി നടപ്പാക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പാണ്. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം എന്നിവ തടയുന്നതിന് വേണ്ടിയാണ് ശരണ്യ ബാല്യം എന്ന പദ്ധതി നടപ്പാക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. CISFൻ്റെ ഡയറക്ടർ ജനറലായി നീന സിംഗ് നിയമിതയായി. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്. CISFൻ്റെ ഡയറക്ടർ ജനറലായി നീന സിംഗ് നിയമിതയായി. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് നീന സിംഗ്. അപ്പോൾ CISFൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതയായത് നീന സിംഗ് ആണ്. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് നീന സിംഗ്. അടുത്ത പോയിന്റ് നോക്കാം. കുവൈറ്റ് അമീർ ഷെയ്ഖ് നബാഹ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. കുവൈത്ത് അമീറായിരുന്ന ഷെയ്ഖ് നബാഹ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് അന്തരിച്ചു. ഏഷ്യയിൽ
വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായ കൃഷ്ണറാം ശർമ്മ 70-ാം വയസ്സിൽ അന്തരിച്ചു. തൻ്റെ 24-ാമത്തെ വയസ്സിൽ 1977 ആണ് സ്വന്തം സഹോദരനിൽ നിന്നും വൃക്ക സ്വീകരിച്ചത്. വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. ഏഷ്യയിൽ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായ കൃഷ്ണറാം ശർമ്മ 70-ാം വയസ്സിൽ അന്തരിച്ചു. ഏഷ്യയിൽ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ആളാണ് ഇന്ത്യക്കാരനായ കൃഷ്ണറാം ശർമ്മ. 70-ാം വയസ്സിൽ അന്തരിച്ചു. തൻ്റെ 24-ാമത്തെ വയസ്സിലാണ് സ്വന്തം സഹോദരനിൽ നിന്നും വൃക്ക സ്വീകരിച്ചത്. 1977 വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ജർമ്മൻ ഇൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനുമായ ആർബ്രഷ്റ്റ് ഫ്രണ്ട്സ് അന്തരിച്ചു. ജർമ്മൻ ഇൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനുമായിരുന്നു ആർബ്രഷ്റ്റ് ഫ്രണ്ട്സ്. 85 വയസ്സിൽ അന്തരിച്ചു. കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഫുട്ബോളർ ടി.എ. ജാഫർ അന്തരിച്ചു. കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായ ഫുട്ബോളർ ടി.എ. ജാഫർ 79 വയസ്സ് അന്തരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ.പി. വിശ്വനാഥൻ അന്തരിച്ചു. പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ പ്രശാന്ത് നാരായൺ അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ്. പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ പ്രശാന്ത് നാരായൺ അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ്. പ്രശസ്ത തമിഴ് സിനിമാ താരവും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു. കഴിഞ്ഞ മാസം നടന്ന പ്രധാനപ്പെട്ട മരണങ്ങളാണ്. കേരളത്തിലെ ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഫുട്ബോളർ ടി.എ. ജാഫർ അന്തരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ.പി. വിശ്വനാഥൻ അന്തരിച്ചു. പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ പ്രശാന്ത് നാരായൺ അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ്. പ്രശസ്ത തമിഴ് സിനിമാ താരവും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.